മാള ഡിസോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 3 KSU പ്രവർത്തകർ റിമാൻഡിൽ. KSU ക്രിമിനൽ സംഘങ്ങളെ വിദ്യാർത്ഥികളെ അണിനിരത്തി നേരിടുമെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് സാനു. ഡിസോൺ കലോത്സവത്തിലെ അക്രമം CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് കോൺഗ്രസ്. കുട്ടനെല്ലൂരിൽ പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കണ്ണാറ സ്വദേശി അർജുൻ ലാലാണ് മരിച്ചത്. കരുപ്പടനിയിൽ ഗൃഹനാഥന്റെ മുഖത്ത് മുളക് പൊടിയെറിഞ്ഞ് ആക്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. മതിലകം സ്വദേശി താജുദ്ദീൻ, മണ്ണുതി സ്വദേശി നൌഫൽ എന്നിവരാണ് അറസ്റ്റിലായത്. ബസ്സിലേക്ക് ഓടിക്കയറുന്നതിനിടെ കാൽ വഴുതി വീണ് ബസ്സിനടിയിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കണ്ടക്ടർ മരിച്ചു. എളവള്ളി പറയ്ക്കാട് സ്വദേശി ധനേഷാണ് മരിച്ചത്. നിരോധനം അവഗണിച്ച് കുറുമാലിപ്പുഴയിൽ വീണ്ടും പ്ലാസ്റ്റിക് ചാക്കുകൾ കൊണ്ടുള്ള താൽക്കാലിക മൺചിറ നിർമ്മാണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് ലംഘിച്ചാണ് നിർമ്മാണം. വാർത്തകൾ വിശദമായി. ഡിസോൺ കലോത്സവത്തിൽ SFI നേതാക്കളെ ആക്രമിച്ച കേസിൽ 3 KSU നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവ്, സംസ്ഥാന ട്രഷറർ സച്ചിൻ എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. SFI നേതാക്കളുടെ പരാതിയിൽ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു. തിങ്കളാഴ്ച രാത്രിയാണ് മാള ഹോളി ഗ്രേസിൽ നടന്ന ഡിസോൺ കലോത്സവത്തിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ 20ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. അതേസമയം കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിന് ശേഷം രക്ഷപ്പെടുന്നതിനായി KSU പ്രവർത്തകർ ആംബുലൻസ് ദുരുപയോഗം ചെയ്തെന്നാരോപിച്ച് SFI പ്രവർത്തകർ രംഗത്തെത്തി. KSU പ്രവർത്തകർ ആംബുലൻസിന്റെ ഉള്ളിൽ നിന്നെടുത്ത സെൽഫി SFI പ്രവർത്തകർ പുറത്തുവിട്ടു. എന്നാൽ SFI പുറത്തുവിട്ട ഫോട്ടോ വ്യാജമാണെന്നും KSU പ്രവർത്തകർ പറഞ്ഞു. KSU നേതാക്കളുടെ വീടുകളിൽ കയറി ഭീഷണിപ്പെടുത്തിയ SFI DYFI പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ്. മാളയിലെ ഡിസോൺ കലോത്സവത്തിൽ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് KSU പ്രവർത്തകരായ ആദിത്യൻ, നിഹാൽ റഹ്മാൻ എന്നിവരുടെ വീടുകളിൽ കയറി കഴിഞ്ഞ ദിവസം രാത്രി SFI DYFI പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പ്രതികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറിമാരായ K അജിത് കുമാർ, PJ രാജു, മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, ശശി മംഗലം എന്നിവർ ആവശ്യപ്പെട്ടു. ഇത് സ്ഥിരം SFIയുടെ ഒരു പരിപാടിയാണ്. അപ്പം അന്ന് കലോത്സവത്തിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ആദിത്യൻ, വടക്കാഞ്ചേരിക്കാരനായ KSU ജില്ലാ സെക്രട്ടറിയാണ്. ആദിത്യൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ആദിത്യനെ പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏതാനും SFIക്കാർ ഇത് ആദിത്യൻ്റെ വീടിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ വന്ന് അച്ഛനെ അമ്മയും ഭീഷണിപ്പെടുത്തുക. ഇനി മകൻ തിരിച്ചു വരില്ല, നിങ്ങളെ ഞങ്ങൾ ശരിയാക്കും, അങ്ങനെ SFIയോട് കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിക്കാണ് ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തി. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും കയറൂരിവിട്ട ക്രിമിനൽ സംഘങ്ങളാണ് KSUവും MSFുമെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പറഞ്ഞു. മാള ഡിസോൺ കലോത്സവത്തിലെ KSU പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് SFI തൃശൂരിൽ നടത്തിയ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീക്കട്ടയിലാണ് ഉറും ഭരിച്ചിരിക്കുന്നത്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അടിക്ക് തിരിച്ചടി അറിയാത്തവരല്ല SFIക്കാർ. KSU ക്രിമിനൽ സംഘങ്ങളെ കേരളത്തിലെ വിദ്യാർത്ഥികളെ അണിനിരത്തി നേരിടുമെന്ന് സാനു പറഞ്ഞു. ആളുകളെ കൂട്ടം കൂടി വട്ടം വളഞ്ഞടിക്കുക എന്ന് പറയുന്നത് ആൾക്കൂട്ട വിചാരണയും ആൾക്കൂട്ട കൊലപാതകവും ഒക്കെ നമ്മൾ ഉത്തരേന്ത്യയിൽ കണ്ടിട്ടുണ്ട്. സമാനമായിട്ടുള്ള ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് KSUവിന്റെ ജില്ലാ സെക്രട്ടറി. എല്ലാ പ്രവർത്തനത്തിനും അനുകൂലവും സമാനവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്രതിപ്രവർത്തനം അത് ഈക്വൽ ആയിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി പോകണം. അതിന്റെ ഗ്രാവിറ്റി താങ്ങാനുള്ള ശേഷി കേരളത്തിലെ KSUക്കാർക്ക് ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കി പോകണം. ഞങ്ങളുടെ പ്രവർത്തകരെ കൊലയാളികളാക്കാൻ വേണ്ടി വിടുന്നവരല്ല. ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. പക്ഷേ അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന് ഞങ്ങളുടെ പ്രവർത്തകരെ ഒരു കമ്മിറ്റിയും കൂടി തീരുമാനിക്കേണ്ടതില്ല. ചെയ്തോളും. അത് പഠിക്കാത്തവൻ ഈ സംഘടനയിൽ ഉണ്ടാവുകയില്ല. തിരിച്ചടിക്കാൻ ശേഷിയുള്ളവർ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ ആ അടി അതുപോലെ ഞങ്ങൾ തിരിച്ചടിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഈ കേരളത്തിൽ നിന്ന് വാലും പൊക്കി ഓടേണ്ടി വരും. KSU ആയാലും MSF ആയാലും അതിന്റെ അപ്പുറത്തെ സംഘടനയായാലും. നിരവധി ക്യാമ്പസുകളിൽ നിരന്തരമായി അക്രമത്തിന്, വേട്ടയാടലുകൾക്ക് ഇരയായിട്ടുള്ള ഞങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അക്രമികളായി ഞങ്ങളെ ചിത്രീകരിക്കുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ തിരിച്ച് മാധ്യമങ്ങളോടും പറയാനുണ്ട്. നിങ്ങൾ ആ നിഷ്പക്ഷത എല്ലാ ഘട്ടത്തിലും പാലിച്ചോ.
അതല്ലാതെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രതിരോധം ഉണ്ടാകുമ്പോൾ അത് അക്രമമാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നിങ്ങളും കേരള പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടി വരും, അല്ലെങ്കിൽ ഞങ്ങൾ പറയിക്കും. ഇത്തരം വിദ്യാർത്ഥി സംഘർഷങ്ങളെ ഏകപക്ഷീയമായി സമീപിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളെ ജനം തിരിച്ചറിയുമെന്നും സാനു കൂട്ടിച്ചേർത്തു. സ്വരാജ് റൗണ്ട് ചുറ്റി ശക്തൻ നഗറിലെ മാധ്യമ സ്ഥാപനത്തിലേക്ക് നടത്തിയ പ്രകടനം ശക്തൻ മാർക്കറ്റിന് സമീപം പോലീസ് വടം കെട്ടി തടഞ്ഞു. വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. SFI ജില്ലാ പ്രസിഡന്റ് R. വിഷ്ണു, കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്, നേതാക്കളായ E. അഫ്സൽ, KU സരിത തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. SFIക്കാർ അന്യായമായി അക്രമം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും വ്യാജ പ്രചാരണങ്ങളും വിദ്യാർത്ഥികളോട് അക്രമവും കാണിക്കുന്ന അണികളെ നിലയ്ക്ക് നിർത്താൻ SFI സംസ്ഥാന നേതൃത്വം തയ്യാറാകണമെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. മാളയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSU പ്രവർത്തകർ ആംബുലൻസിന്റെ ഉള്ളിൽ നിന്നും എടുത്ത രീതിയിൽ SFI പ്രവർത്തകർ പ്രചരിപ്പിക്കുന്ന ഫോട്ടോ വ്യാജമാണെന്ന് TN പ്രതാപൻ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഒരു ആംബുലൻസിൽ സെൽഫി എടുത്തിട്ട് കാണിക്കുന്നത്, അത് ആംബുലൻസില്ല. മാളയിലെ ആംബുലൻസിൽ ഫാനില്ല. മാള മഹൽ കമ്പനിയുടെ ആംബുലൻസ് AC എയർ കണ്ടീഷൻ ആംബുലൻസാണ്. അതിൽ ഫാനില്ല. ഫാനിലുള്ള ഒരു ആംബുലൻസിൽ സെൽഫിയാണ് കാണിക്കുന്നത്. അപ്പൊ വ്യാജമായ കുറെ സെൽഫികൾ പ്രചരിപ്പിക്കുക, മനഃപൂർവ്വം ആളുകളെ കുട്ടികളെ പ്രതികളാക്കാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെയൊക്കെ ഒരു ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് SFIയുടെ സംസ്ഥാന നേതൃത്വത്തോട് പറയാനുള്ളത്, SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും ഈ കാര്യത്തിൽ സ്വന്തം അണികളെ, വിദ്യാർത്ഥികളോട് ക്രൂരത കാണിച്ച സ്വന്തം അണികളെ തിരുത്താൻ വേണ്ടി SFIയുടെ സ്റ്റേറ്റ് നേതൃത്വം സ്റ്റുഡന്റ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുക. ഡിസോൺ കലോത്സവം അലങ്കോലമാക്കാൻ ശ്രമിച്ച SFI പ്രവർത്തകരെ തടഞ്ഞതിന്റെ പേരിൽ ജില്ലയിലെ ക്യാമ്പസുകളിൽ KSUവിനെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് DCC ആക്ടിംഗ് പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. തൃശൂരിൽ SFIയുടെ താലിബാനിസം നടപ്പിലാക്കാൻ അനുവദിക്കില്ല. നാളിതുവരെ കൈയടക്കി വെച്ച കലാലയ ഭരണവും കോളേജ് യൂണിയനുകളും നഷ്ടപ്പെടുന്നതിൽ വിറളി പൂണ്ടാണ് ക്യാമ്പസുകളിൽ SFI അക്രമം അഴിച്ചുവിടുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട ജില്ലയിലുണ്ടായ അക്രമം CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് കോൺഗ്രസ് നേതാക്കളായ ജോസ് വള്ളൂർ, അനിൽ അക്കര എന്നിവർ ആരോപിച്ചു. തൃശൂർ DCC ഓഫീസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ഡിസോണിൽ നടന്ന അക്രമത്തിന്റെ മറവിൽ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ KSU പ്രവർത്തകർക്കെതിരെ DYFI പ്രവർത്തകർ വ്യാപകമായി അക്രമം നടത്തുന്നുവെന്നും അക്രമം തുടർന്നാൽ ശക്തമായി തന്നെ നേരിടുമെന്നും നേതാക്കൾ പറഞ്ഞു. മന്ത്രി R. ബിന്ദുവിന്റെ നേതൃത്വത്തിൽ കലോത്സവം അട്ടിമറിക്കാൻ CPM നടത്തിയ പങ്ക് അന്വേഷിക്കണമെന്നും CPM ജില്ലാ സമ്മേളനത്തിന്റെ ചർച്ച വഴിമാറ്റാനാണ് ഇത്തരമൊരു അക്രമമെന്ന് സംശയിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. അക്രമകാരികളായ DYFI, SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തില്ലെങ്കിൽ പോലീസിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, അനിൽ അക്കര എന്നിവർ പറഞ്ഞു. ഈ കേരള കോളേജ് കൊച്ചിൻ ദിവസം പോകണ്ടേ, CPMന്റെ ജില്ലാ കമ്മിറ്റി പറയുന്നതാണല്ലോ അവിടെ നടപ്പിലാവുന്നത്. ഇത് നീതിയല്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിസോണുമായി ബന്ധപ്പെട്ട് ഡിസോണിലെ മത്സരങ്ങൾ നടക്കുന്ന സ്റ്റേജിനകത്തേക്ക് ഒരു സംഘം SFIക്കാർ കടന്നു ചെല്ലുന്നു, മത്സരം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നു. അത് ശരിയല്ല എന്ന് പറഞ്ഞ് അതിനെതിരെ പ്രതികരിച്ച ഡിസോണിന്റെ സംഘാടക സമിതിയുടെ ഒരു പ്രവർത്തകനായ കൈലാഷിനെയാണ് ആദ്യം SFIക്കാർ 28-ാം തീയതി വൈകുന്നേരം മർദ്ദിച്ചത്. അത് ചോദ്യം ചെയ്തതിന് ശേഷമാണ് പിന്നീട് കൂട്ടടി നടന്നത്. പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കണ്ണാറ ശാന്തിനഗർ സ്വദേശി ഒലിയാനിക്കൽ വീട്ടിൽ അർജുൻ ലാലാണ് മരിച്ചത്. തൃശൂർ കുട്ടനല്ലൂരിലെ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പെൺകുട്ടിയും യുവാവും ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. ഇരുവരും പ്രണയത്തിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇതിനിടെ കഴിഞ്ഞ ദിവസം യുവാവ് യുവതിയുടെ ഫോട്ടോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തതോടെ യുവാവ് വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണിയും മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവാവ് യുവതിയുടെ വീട്ടിലെത്തി വീടിന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞുടച്ച ശേഷം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. വിവരമറിഞ്ഞ് ഒല്ലൂർ പോലീസ് യുവാവിനെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇരിഞ്ഞാലക്കുട കരൂപ്പടനയിൽ ഗൃഹനാഥന്റെ മുഖത്ത് മുളക് പൊടിയെറിഞ്ഞ് ആക്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി.
മതിലകം സ്വദേശി കൊതുവിൽ വീട്ടിൽ താജുദ്ദീൻ, മണ്ണുത്തി സ്വദേശി പണിക്ക് വീട്ടിൽ നൌഫൽ എന്നിവരാണ് ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി KG സുരേഷ്, ഇൻസ്പെക്ടർ അനീഷ് കരീം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 20-ാം തീയതി പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം. കരൂപ്പടന്നിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തളിക്കുളം സ്വദേശി കല്ലിപ്പറമ്പിൽ വീട്ടിൽ സാദിഖിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. SI-മാരായ CM ക്ലീറ്റസ്, P ജയകൃഷ്ണൻ, ASI സൂരജ്, V ദേവ്, സീനിയർ CPOമാരായ ES ജീവൻ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ബസ്സിലേക്ക് ഓടിക്കയറുന്നതിനിടെ കാൽ വഴുതി വീണ് ബസ്സിനടിയിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കണ്ടക്ടർ മരിച്ചു. എളവള്ളി പറയ്ക്കാട് സ്വദേശി പറങ്ങനാട്ട് പീതാംബരന്റെ മകൻ 39 വയസ്സുള്ള ധനേഷാണ് മരിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഗുരുവായൂർ മറ്റം തൃശൂർ റൂട്ടിലോടുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടറായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ എളവള്ളി കടവല്ലൂർ ബസ് സ്റ്റോപ്പിലാണ് അപകടം. യാത്രക്കാർ കയറിയതിനു ശേഷം വിസിലടിച്ച് ബസിന്റെ മുൻവാതിൽ വഴി ഓടിക്കയറിയതായിരുന്നു. പെട്ടെന്ന് കാൽ വഴുതി വീണതിനെ തുടർന്ന് ബസിന്റെ പിൻചക്രം കയറിയിറങ്ങിയാണ് അപകടം. കുറുമാലിപ്പുഴയിൽ വേനൽക്കാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക മൺചിറകളുടെ നിർമ്മാണത്തിന് പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് ജലരേഖയായി. ചിറകളുടെ നിർമ്മാണത്തിന് ഈ വർഷവും ഉപയോഗിച്ചത് ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് ചാക്കുകളാണ്. പുഴയോര പഞ്ചായത്തുകളിൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ജലക്ഷാമത്തിന് പരിഹാരമായാണ് വർഷങ്ങളായി കുറുമാലിപ്പുഴയിൽ താൽക്കാലിക ചിറകൾ കെട്ടിവരുന്നത്. വരന്തരപ്പള്ളി, മറ്റത്തൂർ, പുതുക്കാട് പഞ്ചായത്തുകളിലെ ജലസേചനവും കുടിവെള്ള വിതരണവും സുഗമമാക്കാനും മേഖലയിലെ കിണറുകളിലും കുളങ്ങളിലും ജലവിധാനം നിലനിർത്താനും ലക്ഷ്യമിട്ടുകൊണ്ട് വേനൽക്കാലത്ത് 4 ഇടങ്ങളിലാണ് താൽക്കാലിക മൺചിറകൾ നിർമ്മിക്കുന്നത്. പണ്ട് ഈ താൽക്കാലിക ചിറകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നത് വൃക്ഷങ്ങളുടെ ചില്ലകളും മുളയും മണ്ണും മാത്രമായിരുന്നു. മണൽ ചാക്കുകളും ഇതിനായി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും മണ്ണും മണലും നിറച്ച പ്ലാസ്റ്റിക് ചാക്കുകളാണ് ചിറകെട്ടാൻ ഉപയോഗിക്കുന്നത്. കുറുമാലിപ്പുഴയിലെ 4 തടയണകളിൽ പ്ലാസ്റ്റിക് ചാക്ക് ഉപയോഗിച്ചിട്ടാണ് വർഷാവർഷം ഇവർ ഇറിഗേഷൻ വകുപ്പ് തടയണ നിർമ്മിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനം 2 വർഷം മുന്നേ കമ്മീഷൻ്റെ ഉത്തരവുണ്ട്. പ്ലാസ്റ്റിക് ഒരു കാരണവശാലും ഉപയോഗിച്ച് ചിറ നിർമ്മാണം പാടില്ല എന്നും മറ്റ് എന്തെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചിറ നിർമ്മിക്കാനാണ് അന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ വകുപ്പിന് കമ്മീഷൻ ഉത്തരവ് കൊടുത്തിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചാലക്കുടി താലൂക്ക് പരിഹാര അദാലത്തിൽ റവന്യൂ മിനിസ്റ്റർ K രാജൻ അവരുടെ അടുത്ത് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടറെ വിളിച്ചു വരുത്തുകയും 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന് നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വർഷവും ജനുവരി 2-ാം വാരത്തോടെ ചിറകളുടെ നിർമ്മാണം ഇറിഗേഷൻ അധികൃതർ പൂർത്തിയാക്കിയിട്ടുണ്ട്. മണലും മണ്ണും നിറച്ച ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് ചാക്കുകളാണ് ചിറ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. മഴക്കാലത്ത് ചിറകൾ പൊട്ടുമ്പോൾ ഈ പ്ലാസ്റ്റിക് ചാക്കുകൾ അത്രയും പുഴയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടുന്നത് പുഴവെള്ളം മലിനമാകാൻ കാരണമാകുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് 2023 മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഇത് പരിഗണിച്ച കമ്മീഷൻ ചിറ നിർമ്മാണത്തിന് പ്ലാസ്റ്റിക് ചാക്കുകൾ ഒഴിവാക്കാനും ബദൽ സാധ്യതകൾ തേടാനും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അപ്പാടെ അവഗണിച്ചാണ് മേജർ ഇറിഗേഷൻ വകുപ്പ് കഴിഞ്ഞ വർഷവും ഇത്തവണയും കുറുമാലിപ്പുഴയിൽ ചിറ നിർമ്മാണം നടത്തിയതെന്ന് രവീന്ദ്രനാഥ് ആരോപിച്ചു. ഓരോ ചിറയിലും 10,000-കണക്കിന് ചാക്കുകളാണ് ഓരോ വർഷം പുറത്തു പോകുന്നത്. അപ്പോൾ ഇത് പുഴയെ മലിനമാക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ചിറയ്ക്ക് ഉപയോഗിക്കുന്നത് ഉണ്ടങ്കല്ലുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മലിനീകരണ പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. അത് പ്ലാസ്റ്റിക് തീർച്ചയായിട്ടും നിരോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം നയമാക്കിയ സർക്കാർ ജനങ്ങളുടെ കുടിവെള്ളത്തിൽ പ്ലാസ്റ്റിക് കലരാനിടയാക്കുന്ന തരത്തിലുള്ള ചിറ നിർമ്മാണത്തിന് തടയിടണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് തല അദാലത്തിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് KG രവീന്ദ്രനാഥ്. TCV കൊടകര. തീരക്കടലിലെ സുരക്ഷാ പട്രോളിംഗിനിടെ മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് നിയമം ലംഘിച്ച മത്സ്യബന്ധന ബോട്ട് കസ്റ്റഡിയിലെടുത്ത് പിഴ ചുമത്തി. തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് ഭാഗത്ത് തീരത്തോട് ചേർന്ന് അനധികൃതമായി കരവലി നടത്തിയ മുനയ്ക്കക്കടവ് പള്ളിവളപ്പിൽ അബൂബക്കറിന്റെ ഓസ്പ്ര എന്ന ഫിഷിംഗ് ബോട്ടാണ് കസ്റ്റഡിയിൽ എടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘത്തിന് കൈമാറിയത്. 50,000 രൂപ പിഴ ഇനത്തിലും ബോട്ടിലെ മത്സ്യം വിറ്റ് ലഭിച്ച 2,600 രൂപയും ട്രഷറിയിൽ അടച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ് കരവലി. മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ TP ഫർഷാദ്, തൃശൂർ ജില്ലാ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ C സീമ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്.
ചേലക്കര കാളിയാറോഡ് ചന്ദനക്കുടം നേർച്ചയോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി യോഗം ചേർന്നു. പള്ളി ജാറം അങ്കണത്തിൽ നടന്ന യോഗം MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KM രാജേഷ് ഖാൻ അധ്യക്ഷത വഹിച്ചു. MLA UR പ്രദീപ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KM പത്മജ, PK മുരളീധരൻ, കുന്നംകുളം ACP CR സന്തോഷ്, ചേലക്കര CI സതീഷ് കുമാർ, ഫോറസ്റ്റ് ഓഫീസർ SN രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 13, 14, 15 തീയതികളിലാണ് കാളിയാറോഡ് ചന്ദനക്കുടം നേർച്ച. വെള്ളം കുടിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളിൽ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായുള്ള വാട്ടർ ബെൽ പദ്ധതിക്ക് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. കൊടുങ്ങല്ലൂർ നഗരസഭാ പരിധിയിലെ വാട്ടർ ബെൽ പദ്ധതിയുടെ ഉദ്ഘാടനം KKTM JHSS സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീല പണിക്കശ്ശേരി, KS കൈസാബ്, LC പോൾ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളിലും രാവിലെ 11 മണിക്കും ഉച്ചതിരിഞ്ഞ് 3 മണിക്കും വാട്ടർ ബെൽ മുഴങ്ങും. ഈ സമയം എല്ലാ വിദ്യാർത്ഥികളും വെള്ളം കുടിക്കുകയും അധ്യാപകർ അത് നിരീക്ഷിക്കുകയും വേണം. ആവശ്യമായ കുടിവെള്ള സംവിധാനമില്ലാത്ത സർക്കാർ സ്കൂളുകൾക്ക് അതിനായുള്ള സംവിധാനം നഗരസഭ ഏർപ്പെടുത്തും. അതുപോലെ മധുരമുള്ള ഭക്ഷണത്തോടും താല്പര്യം കൂടുതലാണ്. സ്വാഭാവികമായും ഇത്തരം ഗുരുവായൂർ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിളിച്ചു ചേർക്കുന്ന നാട്ടുകാരുടെ പൊതുയോഗം വ്യാഴാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് ദേവസ്വം കാര്യാലയത്തിലെ കുറൂരമ്മ ഹാളിൽ നടക്കുന്ന യോഗത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിക്കും. ആനയോട്ടത്തിനും ഉത്സവ ചടങ്ങുകൾക്കുമായി നാട്ടുകാരെ ഉൾപ്പെടുത്തി സബ് കമ്മിറ്റികൾ രൂപീകരിക്കും. മാർച്ച് 10 പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം. ആനയോട്ടത്തിന് ശേഷം രാത്രി കൊടിയേറുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവം മാർച്ച് 19 ആറാട്ടോടെ സമാപിക്കും. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എക്സൈസ് കഞ്ചാവ് പിടികൂടി. ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ ഷോൾഡർ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 3 കിലോ 400 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത്. പ്രതികളെ കണ്ടെത്താനായില്ല. വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ A. ജിജി പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ CP മധു, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PA ഹരിദാസ്, AR സുരേഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ പ്രശോഭ്, സിവിൽ എക്സൈസ് ഡ്രൈവർ PN പ്രദീപൻ എന്നിവർ പങ്കെടുത്തു. ഏങ്ങണ്ടിയൂരിലെ ദളിത് യുവാവ് പോലീസ് മർദ്ദനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കേസിൽ ദളിത് സമുദായ മുന്നണി പ്രതിഷേധവുമായി രംഗത്ത്. ദളിത് യുവാവ് വിനായകൻ ആത്മഹത്യ ചെയ്ത കേസിൽ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കുവാൻ SC/ST അതിക്രമം തടയൽ പ്രത്യേക കോടതി ഉത്തരവ് വന്നിട്ടും പോലീസുകാർക്കെതിരെ കേസെടുക്കാത്തതിലും അവരെ സർവീസിൽ നിന്ന് പുറത്താക്കാത്തതിലും പ്രതിഷേധിച്ചാണ് ദളിത് സമുദായ മുന്നണി പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. 2017 ജൂലൈ 17 ദളിത് യുവാവായ വിനായകനെ മാലമോഷണം ആരോപിച്ച് പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച് അതിക്രൂരമായി മർദ്ദനത്തിനും മാനസിക പീഡനത്തിനും ജാതീയ അവഹേളനത്തിനും വിധേയമാക്കിയതായും പറയുന്നു. പിന്നീട് ജൂലൈ 18 വിനായകൻ വീട്ടിൽ ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു. ഇതേ തുടർന്ന് കുടുംബം പരാതിയുമായി രംഗത്ത് വരികയും സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പരാതിക്കാരായ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതേസമയം കുടുംബത്തിന് ഭാഗികമായി ലഭിച്ച സമാശ്വാസ തുക തിരിച്ചടയ്ക്കണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി വിനായകന്റെ കുടുംബം പറയുന്നു. തന്റെ മകനെ നീതി ലഭിച്ചില്ല എന്നും പോലീസുകാർക്കെതിരെ കേസെടുക്കണമെന്നും വിനായകന്റെ അച്ഛൻ CK കൃഷ്ണൻ ആവശ്യപ്പെട്ടു. 7 വർഷം കഴിഞ്ഞു. 2017 ആണ് എൻ്റെ മോൻ മരിച്ചത്. ഇതിപ്പോൾ 7 വർഷം കഴിഞ്ഞു. ഇതുവരെ ഒരു നീതിയും കിട്ടിയിട്ടില്ല. ഇതുവരെ ഞാനും എൻ്റെ മകനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. എൻ്റെ ഭാര്യ മരിച്ചു. എൻ്റെ മോൻ മരിച്ച ദുഃഖം കൊണ്ടാണ് അവളും മരിച്ചത്. എൻ്റെ കുടുംബം നശിപ്പിച്ച പോലീസുകാർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണവരെ ഞാൻ പോരാടും. മകന്റെ മരണത്തിൽ പോലീസുകാർക്ക് പങ്കുണ്ടെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്കും പോലീസ് അധികാരികൾക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും കൃഷ്ണൻ പരാതി നൽകിയിട്ടുണ്ട്. വിനായകന്റെ നിറവും രൂപവുമാണ് പോലീസ് കുറ്റക്കാരനാക്കാനുണ്ടായ സാഹചര്യമെന്ന് DSM വൈസ് ചെയർമാൻ മണികണ്ഠൻ കാട്ടാമ്പിള്ളി പറഞ്ഞു. മാലമോഷണ കേസുമായി ബന്ധപ്പെട്ട് സംശയം തോന്നിയിട്ടാണ് പോലീസ് ഈ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. സംശയം തോന്നാവുന്ന പല ആളുകളുണ്ടായിട്ടും മുടി നീട്ടി വളർത്തി കറുത്ത നിറമുണ്ട്, കണ്ടാൽ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്ന് തോന്നുന്ന
വിനായകനെ മാത്രം അങ്ങനെ കസ്റ്റഡിയിലെടുത്തതിൻ്റെ യുക്തി നമുക്ക് മനസ്സിലാകുന്നില്ല. പ്രതികളായിട്ട് നമ്മുടെ കോടതി കണ്ടെത്തിയിട്ടുള്ള ഈ പോലീസുകാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വിനായകൻ്റെ കുടുംബത്തിന് സമാശ്വാസ ധനം നൽകണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കണമെന്നും ഉള്ള ശക്തമായ ആവശ്യമാണ് ദളിത് സമുദായ മുന്നണി ഉന്നയിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ദളിത് സമുദായ മുന്നണി തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ധർണ DSM സംസ്ഥാന ചെയർമാൻ സണ്ണി എം കബിക്കാട് ഉദ്ഘാടനം ചെയ്തു. DSM തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് VI ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. വിനായകന്റെ കുടുംബത്തിന് അർഹമായ സമാശ്വാസ തുക അനുവദിക്കുക, വിനായകന്റെ സഹോദരനെ സർക്കാർ സർവീസിൽ ജോലി നൽകുക, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. DSM സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈജു വാടാനപ്പള്ളി, NV രമേശ് കുമാർ, K വത്സകുമാരി, KK കുമാരൻ, KK ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ് തൃശൂർ. കൊടുങ്ങല്ലൂരിൽ സിനിമാ തിയേറ്റർ വളപ്പിൽ തീപിടുത്തം. തെക്കേനടയിലെ ശ്രീ കാളീശ്വരി തിയേറ്ററിന്റെ വളപ്പിലാണ് തീപിടുത്തമുണ്ടായത്. തിയേറ്ററിന്റെ പുറകിൽ കൂട്ടിയിട്ടിരുന്ന പഴയ ഇരിപ്പിടങ്ങളുടെ ഫോം ഉൾപ്പെടെയുള്ളവയ്ക്കാണ് തീപിടിച്ചത്. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സും തിയേറ്റർ ജീവനക്കാരും ചേർന്ന് തീയണച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത സംഭവസ്ഥലം സന്ദർശിച്ചു. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആരംഭിച്ച പുന്നംപറമ്പ് സെന്റർ വികസനവും കനാൽ പാലം നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തി. 7 മീറ്റർ മാത്രം വീതിയുണ്ടായിരുന്ന പുന്നംപറമ്പ് കനാൽ പാലം 22 മീറ്റർ വീതിയിലാണ് പൊളിച്ചു പണിയുന്നത്. ദേശീയപാത 544-ലെ മുടിക്കോട് നിന്ന് ആരംഭിച്ച് വടക്കാഞ്ചേരി വാഴാനി റോഡിലെ കരുമത്ര സെന്ററിൽ അവസാനിക്കുന്ന 18.65 കിലോമീറ്റർ ദൂരമാണ് പീച്ചി വാഴാനി ടൂറിസം കോറിഡോറിന്റെ ഭാഗമായി ഉന്നത നിലവാരത്തിൽ നിർമ്മിക്കുന്നത്. ടൂറിസം കോറിഡോർ പൂർത്തിയാകുന്നതോടെ പീച്ചിയിലെത്തുന്ന എല്ലാ വിനോദസഞ്ചാരികൾക്കും അതിവേഗം വാഴാനിയിലേക്കും എത്താനാകുമെന്ന് MLA പറഞ്ഞു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി തുടങ്ങിയവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ചാവക്കാട് മണത്തല നേർച്ചയ്ക്കിടെ പോലീസുകാരനെ കയ്യേറ്റം ചെയ്തയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊള്ളാക്ക് ഷഹീറിനെയാണ് ചാവക്കാട് SHO VV വിമലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നേർച്ചയ്ക്ക് തെക്കേ ബൈപ്പാസിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ഫോൺ തട്ടിപ്പറിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. ഗുരുവായൂർ നഗരസഭയിൽ നടന്ന ഭിന്നശേഷി കലാമേള സർഗോത്സവം വർണ്ണാഭമായി. ടൗൺഹാളിൽ നടന്ന സർഗോത്സവം നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഷജീന ഗുരുവായൂരിന്റെ കവിതാ സമാഹാരമായ ചിറകൊച്ചകൾ പ്രകാശനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ, കൗൺസിലർ KP ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് മണത്തല നേർച്ചയ്ക്കിടെ 2 വയസ്സുകാരന്റെ സ്വർണ്ണമാല മോഷ്ടിക്കാൻ ശ്രമിച്ച യുവതി അറസ്റ്റിൽ. മാല യുവതി പൊട്ടിക്കാൻ ശ്രമിക്കുന്നത് കണ്ട കുട്ടിയുടെ മാതാപിതാക്കൾ പ്രതിയെ പള്ളിക്കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കുകയായിരുന്നു. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി ജ്യോതി കൃഷ്ണ എന്ന നാഗജ്യോതിയാണ് പോലീസിന്റെ പിടിയിലായത്. തൃശൂർ കല്ലുംപുറം റോഡ് ടാറിങ്ങും കുന്നംകുളം ജംഗ്ഷൻ വരെയുള്ള വികസനവും ഉടൻ ആരംഭിക്കാൻ ധാരണ. ഇത് സംബന്ധിച്ച് ഇന്നലെ AC മൊയ്തീൻ MLAയുടെ അധ്യക്ഷതയിൽ KSTP, KRFB ഉദ്യോഗസ്ഥരുടെയും വിവിധ വകുപ്പുതല മേധാവികളുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനമായത്. റോഡ് ടാറിങ്ങിനും ജംഗ്ഷൻ വികസനത്തിനും അനുബന്ധമായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വാട്ടർ അതോറിറ്റിയും KSEBയും ഒരുക്കി നൽകുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. കുന്നംകുളം ജംഗ്ഷനിലെ പട്ടാമ്പി ഗുരുവായൂർ വടക്കാഞ്ചേരി തൃശൂർ റോഡുകൾ ജംഗ്ഷനിൽ നിന്നും 500 മീറ്റർ നീളത്തിൽ 88.5 മീറ്റർ വീതിയിലാണ് പുനർനിർമ്മിക്കുക. ചൂണ്ടൽപ്പാടത്ത് 30 മുതൽ 60 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ റോഡ് ടാറിംഗ് പൂർത്തീകരിക്കും. ഇവിടെ 6 കലുങ്കുകൾ പുനർനിർമ്മിക്കും. നിലവിലുള്ള റോഡ് ചില ഭാഗങ്ങളിൽ വീതി കൂട്ടിയും ചില ഭാഗങ്ങളിൽ നിലവിലുള്ള വീതിയിലുമായിരിക്കും ടാറിംഗ് പൂർത്തീകരിക്കുക. ടാറിംഗ് ജോലികൾ നടക്കുമ്പോൾ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് AC മൊയ്തീൻ MLA പറഞ്ഞു. മഴയ്ക്ക് മുമ്പ് മഴുവഞ്ചേരി ചൂണ്ടൽ റോഡ് ടാറിംഗും ജൂണിൽ കുന്നംകുളം ജംഗ്ഷനിൽ വികസനവും പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, KSTP ചീഫ് എഞ്ചിനീയർ അൻസാർ, KRFB ചീഫ് എഞ്ചിനീയർ അശോക് കുമാർ,
നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, ബിജു സി ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, കുന്നംകുളം. കയ്പമംഗലം കൊപ്രക്കളത്ത് തെരുവുനായ കോഴികളെ കടിച്ചുകൊന്നു. ശാന്തിനഗർ പുഴങ്കരയിലത്ത് ഷെരീഫിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന കോഴികളെയാണ് തെരുവുനായ കടിച്ചുകൊന്നത്. കോഴികളെ തെരുവുനായ്ക്കൂട് പൊളിച്ചാണ് നായ കടിച്ചുകൊന്നത്. കൂട്ടിലുണ്ടായിരുന്ന 8 കോഴികളിൽ 3 എണ്ണം തെരുവുനായ ആക്രമണത്തിൽ ചത്തു. ദേശീയ യോഗ കിരീടം ഗുരുവായൂർ ശ്രീഗോകുലം പബ്ലിക് സ്കൂളിന്. ഗോവയിൽ നടന്ന നാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 100ഓളം സ്കൂളുകളെ പിന്തള്ളിയാണ് ഗോകുലം സ്കൂൾ വിജയിച്ചത്. കേരളത്തെ പ്രതിനിധീകരിച്ച് സ്കൂളിൽ നിന്നും പങ്കെടുത്ത 28 കുട്ടികൾക്കും വിവിധ ഇനങ്ങളിലായി മെഡലുകൾ ലഭിച്ചു. വിജയ് റാലി എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ KP സുരിജിത്ത്, സിതാര, ധനനാഥ്, വൈസ് പ്രിൻസിപ്പാൾ ബീജ VC, യോഗാധ്യാപിക അർച്ചന എന്നിവർ നേതൃത്വം നൽകി. കുട്ടനല്ലൂർ ശ്രീ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് മാത്തമാറ്റിക്സ് ആൻഡ് ഡാറ്റാ സയൻസ് ഫെസ്റ്റിന്റെ ലോഗോ ലോഞ്ചിംഗ് ചലച്ചിത്രതാരം നന്ദകിഷോർ നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ PK വിജയൻ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ VV നവീൻ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഗംഗ ബാബു, മാത്തമാറ്റിക്സ് ആൻഡ് ഡാറ്റാ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ദേശീയ ഗണിത ദിനത്തിന്റെ ഭാഗമായി മാധവ ഗണിത കേന്ദ്രവുമായി ചേർന്ന് നടത്തിയ അഖില കേരള പോസ്റ്റർ മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഫെബ്രുവരി 25-നാണ് ഫെസ്റ്റ് നടക്കുക. കോടാലി മാങ്കുറ്റിപ്പാടം ശ്രീ കലിക്കൽ മുത്തിയുടെ മഹോത്സവം ഭക്തി നിർഭരമായി. മണിക്കൂറുകളോളം നീണ്ട മുടിയാട്ടവും കാളകളിയുമായി നൂറുകണക്കിന് ഭക്തർ കലിക്കൽ മുത്തിയുടെ തിരുനടയിൽ ഒത്തുചേർന്നു. KK സുബ്രൻ, TS സനോജ്, IC അയ്യപ്പൻ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂരിൽ നിന്ന് ഇനി KSRTC ബസ്സിൽ പാട്ട് കേട്ട് ഉല്ലാസയാത്ര നടത്താം. ഉല്ലാസയാത്ര വാട്സപ്പ് കൂട്ടായ്മ സ്വരൂപിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ മ്യൂസിക് സിസ്റ്റം KSRTCക്ക് കൈമാറി. ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി നവംബർ 24-ന് NK അക്ബർ MLA ആണ് ഉല്ലാസയാത്ര ഉദ്ഘാടനം ചെയ്തത്. KSRTC ബസ്സിൽ 10 യാത്രകളാണ് ഇതുവരെ നടത്തിയത്. ഇതോടെ യാത്രക്കാർ കൂട്ടായ്മ രൂപീകരിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. 1300 പേരാണ് ഇതുവരെ ഗ്രൂപ്പിലുള്ളത്. യാത്രയിൽ പാട്ട് കേൾക്കണമെന്നുള്ളവർ ആഗ്രഹം ഗ്രൂപ്പിൽ പങ്കുവച്ചതോടെയാണ് 13,000 രൂപ സ്വരൂപിച്ച് മ്യൂസിക് സിസ്റ്റം വാങ്ങിയത്. ഗുരുവായൂർ ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ കൂട്ടായ്മ അംഗം സദാശിവൻ മധുക്കരയുടെ നേതൃത്വത്തിൽ സിസ്റ്റം KSRTCക്ക് കൈമാറി. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ KP രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി. ബജറ്റ് ടൂറിസം കോർഡിനേറ്റർ NR ഷൈജു, ഇൻസ്പെക്ടർ PV ജോസഫ്, KK ഷിജു, ജോഷി വടക്കൻ, TS സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. മുല്ലശ്ശേരിയിലെ ജപ്പാൻ കരാത്തെ ഷോട്ടോ ഫെഡറേഷൻ ഇന്ത്യ ഷാവോലിൻ അക്കാദമി ആധുനികമായ സാങ്കേതിക മികവോടെ നവീകരിച്ച് നാടിന് സമർപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമായ ജപ്പാൻ കരാത്തെ ഷോട്ടോ ഫെഡറേഷന്റെ അംഗീകൃതവും നേരിട്ടുള്ളതുമായ ബ്രാഞ്ചാണ് ഷാവോലിൻ അക്കാദമിയുടെ കീഴിൽ മുല്ലശ്ശേരിയിൽ പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനപ്രതിനിധികളും പരിശീലന വിദ്യാർത്ഥികളും പരിശീലകരും രക്ഷിതാക്കളും നാട്ടുകാരും അണിനിരന്ന വിളംബര ജാഥയിൽ ശിങ്കാരിമേളവും കാവടിയും അകമ്പടിയായി. പാവറട്ടി പോലീസ് SHO ആന്റണി ജോസഫ് നെറ്റോ നവീകരിച്ച ഷാവോലിൻ അക്കാദമി ഉദ്ഘാടനം ചെയ്തു. കരാത്തെ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നലി MLA നിർവഹിച്ചു. ഷാവോലിൻ അക്കാദമിയുടെ സ്ഥാപകനും ചെയർമാനുമായ സെൻസായി നൈനാൻ തോമസ് ആന്റണി വിധേയത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽനാഥ് ധനേഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി, മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി, ജനപ്രതിനിധികളായ ക്ലെമന്റ് ഫ്രാൻസിസ്, രാജശ്രീ ഗോപകുമാർ, ഷാവോലിൻ അക്കാദമി പ്രൊപ്പറേറ്റർ ഫ്രാൻസിസ്ക ആന്റണി, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ AJ വിവൻസി, ഷാവോലിൻ അക്കാദമി പ്രസിഡന്റ് അജി ആനന്ദൻ, കർണാടക പോലീസ് റിട്ടയർഡ് ASI ഷിബു വിധേയത്തിൽ, സെൻസായി S പ്രിൻസ്, സെൻസായി ശശിധരൻ കോവിൽ, സെൻസായി അജി ആനന്ദൻ, സെൻസായി V ഷാജി, ടൂർണമെന്റ് കോർഡിനേറ്റർ സെൻസായി അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജപ്പാനിൽ നിന്ന് നേരിട്ട് സർട്ടിഫൈ ചെയ്ത ബ്ലാക്ക് ബെൽറ്റ് ടീം ഉൾക്കൊള്ളുന്ന കരാട്ടെ പ്രദർശന മത്സരങ്ങൾ, നൃത്താവിഷ്കാരങ്ങൾ, ആദരിക്കൽ എന്നിവയും ഇതോടൊപ്പം നടന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9497558272. ഇനി സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7560 രൂപ, പവന് 60,480 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3311 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മാള ഡി സോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 3 KSU പ്രവർത്തകർ റിമാൻഡിൽ. KSU ക്രിമിനൽ സംഘങ്ങളെ വിദ്യാർത്ഥികളെ അണിനിരത്തി നേരിടുമെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് സാനു. ഡി സോൺ കലോത്സവത്തിലെ അക്രമം CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് കോൺഗ്രസ്. കുട്ടനല്ലൂരിൽ പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കണ്ണാറ സ്വദേശി അർജുൻ ലാലാണ് മരിച്ചത്. കരൂപ്പടന്നിയിൽ ഗൃഹനാഥന്റെ മുഖത്ത് മുളക് പൊടിയെറിഞ്ഞ് ആക്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. മതിലകം സ്വദേശി താജുദ്ദീൻ, മണ്ണുത്തി സ്വദേശി നൌഫൽ എന്നിവരാണ് അറസ്റ്റിലായത്. ബസ്സിലേക്ക് ഓടിക്കയറുന്നതിനിടെ കാൽ വഴുതി വീണ് ബസ്സിനടിയിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കണ്ടക്ടർ മരിച്ചു. എളവള്ളി പറക്കാട് സ്വദേശി ധനേഷാണ് മരിച്ചത്. നിരോധനം അവഗണിച്ച് കുറുമാലിപ്പുഴയിൽ വീണ്ടും പ്ലാസ്റ്റിക് ചാക്കുകൾ കൊണ്ടുള്ള താൽക്കാലിക മൺചിറ നിർമ്മാണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് ലംഘിച്ചാണ് നിർമ്മാണം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.